എൻ്റെ പ്രിയപ്പെട്ടവരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുമ്പോൾ പേരിൽ കേരള എന്നാണെങ്കിലും സ്ഥാപിക്കപ്പെട്ട സ്ഥലം അതാണെങ്കിലും തമിഴ്നാട്ടിലെ ചില ജില്ലകളിലും കർണാടകയിലെ ഇത്തരം ചില ജില്ലകളിലും ഒരു പക്ഷെ കേരളത്തിനേക്കാൾ കൂടുതൽ വേരുള്ള, സമസ്തയെ അതിരറ്റ് സ്നേഹിക്കുന്ന, സമസ്തയുടെ ആരെങ്കിലും വലിയ ആദരവ് കാണിക്കുന്ന ഒരു വലിയ ജനസഞ്ചയത്തെ ഉൾക്കൊള്ളുന്ന ഒരു അതിമഹത്തായ പണ്ഡിത സഭയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. നമ്മൾ ആ സംഘടനയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്. ആ സംഘടന ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തെ മനസ്സിൽ 100% കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതിലൊരു സംശയവുമില്ല. അതെന്താണ് നമുക്ക് സമസ്തയോട് ഇത്രമാത്രം പ്രതിബദ്ധത എന്ന് ചില ആളുകൾക്കെങ്കിലും സംശയം ഉണ്ടായിരിക്കാം. സമസ്തയുടെ ആദർശത്തെ ചോദ്യം ചെയ്യുമ്പോൾ എന്തിനാണ് ഇത്രമാത്രം കർക്കശമായ നിലപാട് സ്വീകരിക്കുന്നത്, കണിശമായ നിലപാട് സ്വീകരിക്കുന്നത് ചിലരെങ്കിലും സംശയിക്കുന്നതായിരിക്കാം. അവരോട് സ്നേഹാദരപൂർവ്വം പറയട്ടെ, ഈ ദുനിയാവ് നാളെ അസ്തമിച്ചു പോകും. ഒരു 1, 2, 5, 10 വർഷം ഇങ്ങനെയൊക്കെയുള്ള ദുനിയാവിൽ നമുക്ക് ബാക്കി നിൽക്കുന്നത്. പിന്നെ അപ്പുറത്താണ് നമ്മുടെ ജീവിതം. ഖബറിൽ നമ്മൾ കുറച്ചു കാലം കടന്നേ തീരൂ, ബർസഖിയ ലോകത്ത്. അത് കഴിഞ്ഞ് മഹ്ശറ വരും. അവിടെ സ്വർഗവും നരകവും തീരുമാനിച്ച് ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും ഒരു വിഭാഗത്തെ നരകത്തിലേക്കും മാറ്റി നിർത്തപ്പെടുമ്പോൾ ശാശ്വതമായ ആ ജീവിതത്തിൽ സ്വർഗം കിട്ടണമെന്ന ഒരേ ഒരാഗ്രഹം കൊണ്ട് മാത്രമാണ്. അത് നമുക്ക് മാത്രം കിട്ടിയാൽ പോരാ, വരും തലമുറകളും വഴിതെറ്റിക്കപ്പെടാതെ അവർക്കും ഈ സ്വർഗം ലഭിക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം, അതൊന്നുകൊണ്ട് മാത്രമാണ് ഇത്രമായ കണിശമായ നിലപാട് നമ്മളെപ്പോലുള്ള ആളുകൾ സ്വീകരിക്കുന്നത്. മറ്റ് ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അതൊക്കെ നമുക്ക് അവഗണിച്ച് എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി എവിടെ പോയും ഏത് രീതിയിലും നീക്കുപോക്ക് നടത്താൻ തയ്യാറാക്കാൻ സാധിക്കുമായിരുന്നു. സത്യം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനാണ്. ഇസ്ലാം മാത്രമാണ് അള്ളാഹു അംഗീകരിക്കുന്ന ദീൻ. ആ പരിശുദ്ധ ഇസ്ലാം, അതിൻ്റെ ഒറിജിനാലിറ്റി, അതിലൊന്നു പോലും വെട്ടിമാറ്റാൻ അനുവദിക്കാതെ, അതിലേക്ക് ഒന്നുപോലും അഡീഷണലായി കൂട്ടിച്ചേർക്കപ്പെടാൻ അനുവദിക്കാതെ അള്ളാഹുവിൻ്റെ ഹബീബായ തിരുനബി മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കൈമാറിത്തന്ന, അത് സ്വഹാബത്തിലൂടെ താബിഈങ്ങളുടെ കൈമാറിത്തന്ന് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി മുല്ലക്കോയത്തങ്ങളും മൗലാന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും അവരുടെ കൈമാറിപ്പോന്ന് ഷംസുൽ ഉലമ EK ഉസ്താദ് അവരുടെ കൈമാറിത്തന്ന് ഇന്നിപ്പോൾ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങളും അഭിവന്ദനായ ഷെയ്ഖുൽ ജാമിയ പ്രൊഫസർ കെ ആലിക്കുട്ടി ഉസ്താദ് അവരുടെയും നേതൃത്വം നൽകുന്ന ഈ പരിശുദ്ധമായ ദീനിൻ്റെ സംവിധാനം അതങ്ങനെ തന്നെ നിലനിൽക്കണം. അത് അംഗീകരിക്കാതെ നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ വേറെ വഴികളില്ല. അത് വിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, തിരുവചനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമുക്ക് ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയല്ലാതെ മറ്റൊരു വഴി നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ നമുക്ക് സ്വീകരിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ വഴിയില്ല. ഖുർആൻ അസന്നിഗ്ധമായി പറയുന്നു, തീർച്ചയായും ഇതാണ് എൻ്റെ നേരായ വഴി, മറ്റു വഴികളെ നിങ്ങൾ അനുഗമിക്കരുതെന്ന് കണിശമായി പറയുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ മാർഗം സ്വീകരിക്കുന്നത്. ഈ വിശുദ്ധമായ ഇസ്ലാമിൻ്റെ പേരിൽ ബിദഈ ചിന്തകൾ ചരിത്രത്തിൽ എപ്പോഴും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നിസ്സാരമായി കാണേണ്ട കാര്യമല്ല. ഇസ്ലാമിക ചരിത്രത്തെ ആദ്യത്തെ ബിദഈ പ്രസ്ഥാനം ഖവാരിജ് പ്രസ്ഥാനമാണ്. ഖവാരിജ് പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത, മഹാനായ അലി റളിയല്ലാഹു അൻഹുവും മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു രണ്ട് ചേരികളായി പരസ്പരം ഏറ്റുമുട്ടി 10,000-കണക്കിന് മുസ്ലിം സഹോദരന്മാർ, സ്വഹാബിയും വര്യന്മാർ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും, ഒരുപാട് ആളുകൾ കൊല ചെയ്യപ്പെട്ടു. ആ ഒരു സാഹചര്യത്തിൽ അവസാന ഘട്ടത്തിൽ ഒരു വിഭാഗം മുസ്ഹഫുകൾ കുന്തത്തിൽ കുത്തി ഉയർത്തി കാണിച്ച് ഈ മുസ്ഹഫുകളെ ഖുർആൻ നമുക്ക് മധ്യസ്ഥ സമിതിയാക്കാം, മധ്യസ്ഥത്തിന് സ്വീകരിക്കാം, ഖുർആൻ പറയുന്നതനുസരിച്ച് പ്രശ്നം തീർക്കാമെന്ന് പറയുകയും മറുവിഭാഗം അംഗീകരിക്കുകയും തുടർന്ന് രണ്ട് ഭാഗത്തു നിന്നും ചർച്ചകൾക്ക് വേണ്ടി ഖുർആന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സമിതി അംഗങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു. ആ പശ്ചാത്തലത്തിൽ ഒരു വിഭാഗം രംഗത്ത് വന്നു, കൈഫ തുഹക്കിമുന റിജാൽ ഫീ ദീനില്ലാഹ്, അല്ലാഹുവിന്റെ ദീൻ വിശുദ്ധ ഖുർആനാണ്,
ആ ഖുർആന്റെ കാര്യത്തിൽ തീരുമാനിക്കുമ്പോൾ ഖുർആൻ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ ആളുകളെ എന്തിനാണ് മധ്യസ്ഥന്മാരാക്കിയത്? ഖുർആൻ മാത്രം പോലെ എന്ന ചിന്താഗതിയുമായി രംഗത്ത് വന്ന പ്രസ്ഥാനമാണ് ഖവാരിജ് പ്രസ്ഥാനം. ചരിത്രത്തിൻ്റെ ആദ്യത്തെ ബിദ്അഈ പ്രസ്ഥാനം. അവരുടെ ഏറ്റവും വലിയ വാദഗതി, അടിസ്ഥാനപരമായി അവർ സ്വീകരിച്ച നിലപാട് ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അധികാരം അല്ലാഹുവിന് മാത്രം, തീരുമാനമെടുക്കാനുള്ള അവകാശം അല്ലാഹുവിന് മാത്രം എന്ന ഒരു മുദ്രാവാക്യമാണ് അവർ ഉയർത്തി കാണിച്ചത്. അത് വിശുദ്ധ ഖുർആന്റെ ഒരു വാക്യമാണ്, ശകലമാണ്. അത് വളച്ചൊടിച്ചുകൊണ്ട് തീരുമാനമെടുക്കാൻ മനുഷ്യർക്ക് അവകാശമില്ല, അല്ലാഹുവിന് മാത്രം, അതുകൊണ്ട് ഈ മധ്യസ്ഥ സമിതിയെ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട, സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ ബിദ്അഈ പ്രസ്ഥാനമാണ് ഖവാരിജ് പ്രസ്ഥാനം. ഞാനൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ. കാലങ്ങൾ കടന്നുപോയി, നൂറ്റാണ്ടുകൾ പിന്നിട്ടു. ചരിത്രത്തിൽ പല ബിദ്അഈ പ്രസ്ഥാനങ്ങൾ വന്നു. 1928 ഹസനുൽ ബന്ന എന്ന് പറഞ്ഞ ഈജിപ്ഷ്യൻ പണ്ഡിതന്റെ നേതൃത്വത്തിൽ ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന സംഘടന രൂപീകരിക്കപ്പെട്ടു. മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്നു. ഈ സംഘത്തിന്റെ മുദ്രാവാക്യം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ലാ ഹാക്കിമിയ്യത ഇല്ലാ ലില്ലാഹ്, അധികാരം അല്ലാഹുവിന് മാത്രം, തീരുമാനമെടുക്കാനുള്ള അവകാശം അല്ലാഹുവിന് മാത്രം എന്നാണ് അവരും മുദ്രാവാക്യം മുഴക്കുന്നത്. നൂറ്റാണ്ടുകൾ പിന്നിട്ട് അതേ സെയിം ബിദ്അഈ ആശയം അവരിൽ കടന്നു വന്നു. പിന്നെയും കാലം കഴിഞ്ഞുപോയി. 1941 ജമാഅത്തെ ഇസ്ലാമിക്ക് അബുൽ അഅ്ല മൗദൂദി സാഹിബ് നേതൃത്വം നൽകി രൂപീകരിച്ചു. ഈ ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കുന്ന ഘട്ടത്തിലും അതിൻ്റെ സ്ഥാപക നേതാവ് അടിസ്ഥാനപരമായി സിദ്ധാന്തിച്ചത് ഹുകൂമത്ത് ഇലാഹി, ഹുക്മ ചെയ്യാൻ അധികാരം, ഭരണം കൈകാര്യം ചെയ്യാൻ അല്ലാഹുവിന് മാത്രമാണ് അധികാരമെന്ന സെയിം മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ഞാനത് സൂചിപ്പിച്ചത്, ഇന്ന് നിലവിലുള്ള ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട ഖവാരിജ് പ്രസ്ഥാനത്തിന്റെ തനിപ്പകർപ്പാണ് ആദർശ വിഷയത്തിൽ. ആ ജമാഅത്തെ ഇസ്ലാമി ബിദ്അഈ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് യാതൊരു പ്രശ്നവുമില്ലല്ലോ. വളരെ ലളിത സുന്ദരമായി കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ആ ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് നുഴഞ്ഞു കയറിയാൽ എങ്ങനെ ഇരിക്കും? എൻ്റെ മക്കളെ പഠിപ്പിക്കുന്നത് ഞാൻ മതഭൗതിക സമന്വയ സ്ഥാപനങ്ങളിലാണ്. നിങ്ങളെ മക്കളെ പഠിപ്പിക്കുന്നത് മതഭൗതിക സമന്വയ സ്ഥാപനങ്ങളിലാണ്. എൻ്റെ കുട്ടിക്ക് ദീനും കിട്ടട്ടെ, ദുനിയാവും കിട്ടട്ടെ, ഇംഗ്ലീഷും അറിയണം, അറബിയും അറിയണം, അതോടൊപ്പം മതപരമായ വിഷയങ്ങളും അറിയണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇത്തരം മതഭൗതിക സമന്വയ സ്ഥാപനങ്ങൾ ചേർത്തതും അത്തരം സ്ഥാപനങ്ങളിൽ നമ്മുടെ നേതാക്കന്മാർ ഉണ്ടാക്കി തന്നതും. ആരാണ് ഇത്തരം സ്ഥാപനങ്ങൾ തുടക്കം കുറിച്ചത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറയിലെ ജീനിയസ് എന്നറിയപ്പെടുന്ന മർഹൂം എം ബഷീർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹുയുടെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. എം ബഷീർ മുസ്ലിയാർ അവർ പ്രസംഗിച്ചത് കൃത്യമായി ഇങ്ങനെയായിരുന്നു. ഇത്തരം സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പോകുന്ന കാലഘട്ടത്തിൽ ഫസ്റ്റ് ദാറുൽ ഹുദ സിലബസ് തുടക്കം കുറിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ തലച്ചോറ് മാതൃകാ ദർസുകളായിരുന്നു. കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ 10 മാതൃകാ ദർസുകൾ സ്ഥാപിച്ചു. പള്ളികളിലെ ദർസുകൾ അഡീഷണൽ അവർക്ക് ഇംഗ്ലീഷും അറബിയും ഉറുദുവും പഠിപ്പിക്കുന്നു. പിന്നീടാണ് പുതിയ രീതിയിലേക്ക് മാറ്റപ്പെട്ട സ്ഥാപനവൽക്കരിക്കപ്പെട്ടത്. അന്ന് ബഷീർ മുസ്ലിയാർ പ്രസംഗിച്ചത് ഇപ്രകാരമായിരുന്നു: നമുക്ക് തലയെ കെട്ടിയ തലപ്പാവണിഞ്ഞ ഡോക്ടർമാർ വേണം, തലപ്പാവണിഞ്ഞ എഞ്ചിനീയർമാർ വേണം, തലപ്പാവണിഞ്ഞ ഉദ്യോഗസ്ഥന്മാർ വേണം, തലപ്പാവറിഞ്ഞ സർക്കാർ കേന്ദ്രങ്ങൾ നിയന്ത്രിക്കുന്ന ഉന്നത ക്ലാസ്സിലുള്ള ഉദ്യോഗസ്ഥന്മാർ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സംവിധാനത്തിൽ തുടക്കം കുറിച്ചത്. നല്ല കാഴ്ചപ്പാടായിരുന്നു. അത്തരത്തിലുള്ള ഒരുപാട് ഭൗതിക സമന്വയ സ്ഥാപനങ്ങൾ, വിവിധ ഏജൻസികൾ കേരളത്തിൽ തുടക്കം കുറിച്ചു. സർവാത്മന സമസ്ത എല്ലാ സപ്പോർട്ടും നൽകി, എല്ലാ നിലക്കും നമ്മുടെ മക്കളൊക്കെ അയച്ചു. പക്ഷെ ഇത്തരം സ്ഥാപനങ്ങളിൽ ചിലതിൽ ഇത്തരം ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും ഫലം? നമ്മുടെ മക്കൾ നമുക്ക് നഷ്ടപ്പെടും. അപകടം. നാളെ നമ്മളെ ദീനിന് നേതൃത്വം കൊടുക്കേണ്ടത്, നാളെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുശാവറക്ക് നേതൃത്വം കൊടുക്കേണ്ടത്, നാളെ സുന്നി യുവജന സംഘത്തിന് നേതൃത്വം കൊടുക്കേണ്ടത്, നാളെ SKSS നേതൃത്വം കൊടുക്കേണ്ടത് ഇത്തരം സ്ഥാപനങ്ങൾ പഠിച്ച് വളർന്ന് പുറത്തിറങ്ങിയ നമ്മുടെ മതവിദ്യാർത്ഥികളാണ്, യുവ പണ്ഡിത സുഹൃത്തുക്കളാണ്. അത്തരം ആളുകളെ വഴിതെറ്റിക്കാനുള്ള
കുതന്ത്രങ്ങൾ ജമാഅത്തെ ഇസ്ലാമി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തിരിച്ചറിഞ്ഞപ്പോൾ ആദരണീയരായ സമസ്ത കേരള ജംഇയ്യത്തുൽ പണ്ഡിതന്മാർ അതിൽ ഇടപെട്ടു. ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും നേർവഴിക്ക് കൊണ്ടുവരാനും ശ്രമിച്ചു. ആ ശ്രമങ്ങൾക്ക് തുടക്കം കുറിക്കാൻ നിമിത്തമായിരുന്നു SKSSF-ഉം SYS-ഉം. ഈ കാര്യം വളരെ സ്വകാര്യമായി തെളിവുകൾ സഹിതം ആദരണീയരായ ഉസ്താദുമാർ സമസ്ത കേരള ജംഇയ്യത്തുൽ നേതൃത്വത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി സമർപ്പിച്ചു എന്ന ഏക തെറ്റാണ് ഈ പരിശുദ്ധ ദീനിനെ യഥാവിധി നിലനിർത്തുന്നതിന് വിഘാതമായി ഇതാ നമ്മുടെ സ്ഥാപനങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി നുഴഞ്ഞു കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വരും തലമുറയെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഉസ്താദുമാർ ജാഗ്രത പാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മുമ്പിൽ സ്വകാര്യമായി സംഭവങ്ങൾ തെളിവ് സഹിതം ചൂണ്ടിക്കാണിച്ചു എന്ന ഏക തെറ്റാണ് ഞാൻ ഉൾപ്പെടെയുള്ള സഹോദരന്മാർ ചെയ്തതെങ്കിൽ ഈ ആദർശത്തിന് വേണ്ടി ആ തെറ്റ് ഇനിയും ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കണം. പബ്ലിക്കല്ലല്ലോ ഞങ്ങൾ പറഞ്ഞത്, പരസ്യമായിട്ടല്ലോ പറഞ്ഞത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ജനറൽ സെക്രട്ടറി സൈനുൽ ചെറുശ്ശേരി ഉസ്താദിന്റെ കയ്യിലാണ് കൊണ്ടുകൊടുത്തത്. സമസ്ത കേരള ജംഇയ്യത്തുൽ സമുന്നതരായ പണ്ഡിതന്മാരുടെ കയ്യിലാണ് കൊടുത്തത്. അവരത് പരിശോധിച്ചു, അവർ തിരുത്താൻ ശ്രമിച്ചു. ഇത് നമ്മൾ ചെയ്യണ്ടേ? മുസ്ലിം സമൂഹത്തിന്റെ ബാധ്യതയല്ലേ? തെറ്റ് കണ്ടാൽ തിരുത്തണം. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വചനം അങ്ങനെയല്ലേ? യഥാർത്ഥത്തിൽ ബിദ്അഈ പ്രസ്ഥാനങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ എന്നും അവർ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. എന്നും അതിന്റെ പിന്നിൽ മുസ്ലിം വിരുദ്ധ ചാരന്മാർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഖവാരിജ് പ്രസ്ഥാനത്തിന്റെ തന്നെ പിന്നിൽ പ്രവർത്തിച്ചത് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന് പറയുന്ന ജൂതനായിരുന്നു. ജൂതന്മാരുടെ ചാരപ്രവർത്തനം. ശരിക്കും പറഞ്ഞാൽ ഓരോ കക്ഷികളെ പരിശോധിച്ച് നോക്കിയാലും ഇത്തരം ബിദ്അഈ കക്ഷികളെ പിന്നിലൊക്കെ ഇസ്ലാമിനെ തകർക്കാനും മുസ്ലിങ്ങൾ നശിപ്പിക്കാനും ഇത്തരം ഇസ്ലാമിക വിരുദ്ധ ചാരന്മാർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. വഹാബി പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ പ്രസ്ഥാനത്തിന്റെ ആധ്യാത്മിക നായകന്മാരായി കണക്കാക്കപ്പെടുന്ന ജമാലുദ്ദീൻ അഫ്ഗാനി, ഷെയ്ഖ് മുഹമ്മദ് അബ്ദ, സയ്യിദ് റഷീദ് ഈ 3 പണ്ഡിതന്മാർ പണ്ഡിതത്രയങ്ങളെ അവർ വളരെ അഭിമാനപൂർവ്വം അവതരിപ്പിക്കാറുണ്ട്. ഇതിലൊന്നാമതായ ജമാലുദ്ദീൻ അഫ്ഗാനി ഒരു ജൂത സംഘടനയായ ഫ്രീമാൻസ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായിരുന്നു. പിൽക്കാലത്ത് തിരിച്ചറിയപ്പെടുകയും ഇന്നിപ്പോൾ വഹാബി പ്രസ്ഥാനം പോലും അവരെ തള്ളിപ്പറയുന്ന സാഹചര്യത്തിലേക്ക് മാറി വരികയും ചെയ്തിട്ടുണ്ട്. ഇതിനർത്ഥം മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ, അവരെ ശിഥിലീകരിക്കാൻ, അവരെ ദുർബലപ്പെടുത്താൻ, അവർക്കിടയിൽ നുഴഞ്ഞു കയറി ബിദ്അഈ പ്രസ്ഥാനങ്ങളെ കൊണ്ടുവരുന്ന ഈ മാരകമായ വിഷം അവരിലേക്ക് കുത്തിവെക്കുന്ന അപകടകരമായ സാഹചര്യം നമ്മൾ നശിപ്പിക്കും. ദീനിന്റെ യഥാർത്ഥ മുഖം സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്തെ നശിപ്പിക്കാൻ ബിദ്അഈ പ്രസ്ഥാനങ്ങളിലേക്ക് പതുക്കെ പതുക്കെ കടന്നു വരാനുള്ള സാഹചര്യം ഒരുക്കഴിഞ്ഞാൽ, ചങ്ങാത്തമുണ്ടാക്കാനുള്ള സാഹചര്യം ഒരുക്കഴിഞ്ഞാൽ അപകടം വരുത്തുമെന്ന കാര്യം തീർച്ചയാണ്. കാരണം ബിദ്അത്തിന് അങ്ങനെ സ്വഭാവമുണ്ട്, പെട്ടെന്ന് ആകർഷിക്കപ്പെടും. സുന്നത്ത് ജമാഅത്ത് അതിന്റെ ആലിമീങ്ങൾ ആ ആദർശത്തോടെ നിലനിർത്താനാണ് സമസ്ത രൂപീകരിച്ചത്. 100 കൊല്ലമായി, 100-ാം വർഷം നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണ്. അന്ന് 100 കൊല്ലം മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ നമ്മുടെ മഹാന്മാരായ ആദരണീയരായ സാദാത്തുകളും പണ്ഡിതന്മാരും നേതൃത്വം നൽകുന്ന കാലഘട്ടത്തിൽ എന്തായിരുന്നു അവർ ഈ സംഘടന രൂപീകരിക്കാൻ കാരണം? 2 കാരണങ്ങളില്ല, 3 കാരണങ്ങളില്ല, 4 കാരണങ്ങളില്ല, ഒരേ ഒരു കാരണം. ഇതാ 13 നൂറ്റാണ്ട് കാലം കേരളീയ മുസ്ലിം സമൂഹം പരിശുദ്ധമായ ദീനിൽ ഒരലങ്കോലപ്പെടുത്താതെ, വികൃതമാക്കാതെ ആ പരിശുദ്ധിയോടുകൂടി സുന്നത്ത് ജമാഅത്തിനെ കാത്തു സൂക്ഷിച്ചു പോന്ന ആ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ, കർണാടകയിലെ മുസ്ലിം സമൂഹത്തിന്റെ, തമിഴ്നാട്ടിലെ മുസ്ലിം സമൂഹത്തിന്റെ ആ പൈതൃകത്തിന് മംഗളേൽപ്പിക്കുന്ന വഹാബി പ്രസ്ഥാനം ഇതാ കടന്നു വന്നിരിക്കുന്നു. അത് പ്രതിരോധിച്ചേ തീരൂ. ഈ ബിദ്അഈ പ്രസ്ഥാനത്തെ ചെറുത്തു നിൽക്കാൻ സംഘടിത സംവിധാനം വേണം. ഇതിന് മാത്രം സമസ്ത രൂപീകരിച്ചത്. പിന്നെയാണ് മദ്രസ പ്രസ്ഥാനം, പിന്നെയാണ് കോടതി പ്രസ്ഥാനം, പിന്നെയാണ് വിദ്യാഭ്യാസ പ്രസ്ഥാനം, പിന്നെയാണ് യതീംഖാനകൾ. രൂപീകരിക്കുന്ന കാലഘട്ടത്തിൽ ഒരേ ഒരു ലക്ഷ്യം, ബിദ്അഈ പ്രസ്ഥാനത്തെ എതിർക്കുകയും സുന്നത്ത് ജമാഅത്തിനെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ച് ഈ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുക. അതാണ് ഹക്കിന്റെ മാർഗം, അതാണ് ആഖിറത്തിലെ രക്ഷയ്ക്കുള്ള മാർഗം. അത് സമസ്ത രൂപീകരിച്ച അന്ന് തൊട്ട് ഇന്നോളമുള്ള അതിന്റെ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്കത് കാണുന്നുണ്ട്, ലക്ഷണം കാണുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിന്റെ മൗലവിമാരെ പോലെയല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മൗലവിമാരെ പോലെയല്ല. അവർ ദീനുള്ളവരാണ്, സത്യസന്ധതയുള്ളവരാണ്, ദുആക്ക് ഇജാബത്തുള്ളവരാണ്, കറാമത്തുള്ളവരാണ്. അവരെ നമ്മൾ നിസ്സാരപ്പെടുത്താനുള്ള ഈ മാർഗത്തിലെ ആളുകളെ കൊണ്ടുവരികയല്ലാതെ ഇവിടുന്ന് വഴിതെറ്റിപ്പോകാൻ ആവശ്യമായ പഴുതുകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. ജമാഅത്തെ ഇസ്ലാമിന്റെ പരിപാടിക്ക് നമ്മളെ കുട്ടികളെ വിടാൻ പാടില്ല. ജമാഅത്തെ ഇസ്ലാമിന്റെ സെമിനാർ നമ്മുടെ കോളേജിൽ നടത്താൻ പാടില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ചിന്തകന്മാരെയും ക്ലാസ് എടുക്കുന്ന ആളുകളെയും നമ്മുടെ കുട്ടികൾ ക്ലാസ്സിന് കൊണ്ടുവരാൻ പാടില്ല.
ഇത് അടിസ്ഥാനപരമായ വിഷയമല്ലേ? സമത്വം സ്ഥാപിച്ച ലക്ഷ്യത്തിനെതിരായ പ്രവർത്തനമല്ലേ? അത് നടത്തുമ്പോൾ അരുത് എന്ന് പറയുന്നത് നമ്മളല്ല. ഈ ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ട് എന്ന് ഗുരുവര്യന്മാരോട് പറയുക മാത്രമാണ് ചെയ്യുന്നത്. ഈ മാർഗം പരിശുദ്ധമായ മാർഗം, അതിനെക്കുറിച്ച് സംശയിക്കേണ്ട. അതിനെ സംശയിച്ചുകൊണ്ട് മഹാന്മാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആഖിറത്തിലേക്ക് സുഖമായി കടന്നു പോകാൻ കഴിയുമെന്ന് വിചാരിക്കണ്ട. ഞാൻ ഓർക്കുകയാണ് ഒറ്റ സംഭവം, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മഹാനായ സമസ്തയുടെ മുൻ അധ്യക്ഷൻ ആനക്കര സി കോയക്കുട്ടി മുസ്ലിയാർ, അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അവരോടൊപ്പം ജന്നാത്തുൽ അൽമിൽ സസന്തോഷം കുടുംബസമേതം ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കും അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹം പ്രസിഡന്റായ സമയത്ത് എൻ്റെ നാടിന് 3 കിലോമീറ്റർ അപ്പുറത്തുള്ള തണ്ടുകോട് എന്ന് പറയുന്ന പ്രദേശത്തെ SKSSന്റെ പ്രവർത്തകൻ യാദൃശ്ചികമായി അങ്ങാടിയിൽ വെച്ച് കണ്ടുമുട്ടി. സലാം പറഞ്ഞു. തിരക്കിൽ പോകുമ്പോൾ ഉസ്താദേ 1 മിനിറ്റ് അവിടെ നിന്നു. ഉസ്താദ് എനിക്ക് ഇങ്ങനെ സ്വസ്ഥമായിട്ടൊന്ന് കാണണം, വീട്ടിലേക്ക് എപ്പോഴാണ് വരാൻ പറ്റാമെന്ന് ചോദിച്ചു. അപ്പോൾ അവന് ഒമാനിലാണ് ജോലി ചെയ്യുന്നത്, ഗൾഫ് രാജ്യത്തിലാണ്. 2 വർഷമായിട്ട് കാണണം ആദ്യമായിട്ട്. ഞാൻ പറഞ്ഞു ഇന്ന ദിവസം വന്നു, വിളിച്ചു, വന്നു, കണ്ടു, സംസാരിച്ചു. അപ്പോൾ അവൻ കയ്യിൽ പഴയൊരു പുസ്തകം കൊടുത്തിട്ട്, മലയാള പുസ്തകം. ഈ പുസ്തകം അവൻ പറയണ, ഉസ്താദേ എൻ്റെ ഉപ്പ ചേകനൂർ പ്രസ്ഥാനത്തിൻ്റെ ആളായിരുന്നു. ചേകനൂർ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും അറിയണമെന്നില്ല. നിസ്കാരം 3 വഖത്ത് മതി എന്ന് പറയുന്ന, റമദാൻ നോമ്പ് കേരളക്കാർക്ക് നിർബന്ധമില്ലെന്ന് പറയുന്ന, കർണാടകക്കാർക്ക് നിർബന്ധമില്ല, പുതിയ കുറേ ആശയമുണ്ടായി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ കാഫർ മുർത്തത്തായ വിഭാഗമാണ് ചേകനൂർ വിഭാഗം. അതിൻ്റെ സജീവ ആളായിരുന്നു എൻ്റെ ഉപ്പ. എൻ്റെ ഒപ്പ എഴുതിയ പുസ്തകമാണിത്. എൻ്റെ ഒപ്പ പള്ളി പോകാറില്ല. ഉപ്പാക്ക് കുറേ വയസ്സായി. എനിക്ക് കല്യാണാലോചന വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, കല്യാണം കഴിക്കണം. പക്ഷെ അവസാനം ഇഷ്ടപ്പെടും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടും. ഇവിടെ വന്ന് അന്വേഷിക്കുമ്പോൾ വാപ്പ ചേകനൂരിൻ്റെ ആളാണ്. അപ്പം എൻ്റെ കല്യാണം മുടങ്ങും. എനിക്ക് 2 ആഗ്രഹമുണ്ട് ഉസ്താദ്. ഒന്ന്, എൻ്റെ വാപ്പ ഒന്ന് മുസ്ലിമായി മരിച്ചു പോകണം. രണ്ടാമത്തെ ഒരാഗ്രഹം, എനിക്കൊരു കല്യാണം നേരെയാകും. ഉസ്താദ് ദുആ ചെയ്യണം. ഞാൻ പറഞ്ഞു മോനെ നമുക്ക് ദുആ ചെയ്യാം. മോനും ദുആ ചെയ്തോ. ഞാനൊരു നേർച്ച പറഞ്ഞു കൊടുത്തു, ഇനി ബാക്കി ദുആ ചെയ്യാം. അങ്ങനെ ആ മോന് പോയി. ആ പുസ്തകം എന്നെ ഏൽപ്പിച്ചു. പുസ്തകം എൻ്റെ കൈവശമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞിട്ട് എന്നോട് അവൻ ബന്ധപ്പെട്ടു. ഉസ്താദേ നിങ്ങളെ കണ്ട ശേഷം നേരെ ഞാൻ ആനക്കര സി കോയക്കുട്ടി മുസ്ലിയാരുടെ അടുത്ത് പോയി. സമസ്തയുടെ പ്രസിഡന്റ് വലിയ മഹാനായിരിക്കുമല്ലോ, ചരിത്രം അങ്ങനെയാണല്ലോ. അദ്ദേഹത്തിൻ്റെ വീട് തേടി പിടിച്ച് ബസ്സിൽ കയറി ഇറങ്ങി ഓട്ടോ വിളിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. കോളിംഗ് ബെല്ല് അടിച്ചു. അപ്പോൾ ഉസ്താദ് വാതിൽ തുറന്നു. ഉസ്താദിനെ സ്വയം എഴുന്നേറ്റ് വന്നൊരു ബനിയനൊക്കെ ഇട്ടിട്ടുണ്ട്. സലാം പറഞ്ഞു. സലാം അടിക്കുന്ന മക്കളെ കയറി ഇരിക്കുന്ന പറഞ്ഞു. ഞാനും എൻ്റെ കൂട്ടുകാരും കയറിയുണ്ട്. ഞാൻ എൻ്റെ അഭിവന്ദനായ ഉസ്താദിനോട് എൻ്റെ സങ്കടം നിങ്ങളോട് പറഞ്ഞതുപോലെ ആത്മാർത്ഥമായി കരഞ്ഞു പറഞ്ഞു. ഉസ്താദ് കൂടുതൽ മോനെ നമുക്ക് ദുആ ചെയ്യാം, നിൻ്റെ ഉപ്പാക്ക് അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ, നിൻ്റെ മുറാദക്ക് അല്ലാഹു ഹാസിലാക്കട്ടെ, ഫാത്തിഹ ദുആ ചെയ്തു. തിരിച്ചു പോന്നു. ഉസ്താദേ അത്ഭുതം എന്ന് പറയട്ടെ, തൊട്ടടുത്ത വെള്ളിയാഴ്ച എൻ്റെ ഉപ്പ ചരിത്രത്തിൽ ആദ്യമായി ഞങ്ങളുടെ പള്ളിയിൽ ജുമാക്ക് വന്നു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ആളുകൾക്കൊക്കെ അത്ഭുതം. രണ്ടാമത്തെ വെള്ളിയാഴ്ച വാപ്പ ജുമാക്ക് വന്നു എന്ന് മാത്രമല്ല, നേരത്തെ വന്നിട്ട് 3ാമത്തെ സൊഫിലിരുന്നു. അതിനു മുമ്പ് പള്ളി കമ്മിറ്റി തീരുമാനം എടുത്തിട്ടുണ്ട്, ഇയാൾ മരിച്ചാൽ ഖബർസ്ഥാനിൽ ഖബറടക്കൂല, തീരുമാനിച്ചു ചിലപ്പോൾ വിവാദം നേരിടാം എന്നൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതോടുകൂടി എല്ലാവരും മനസ്സ് മാറി, കമ്മിറ്റി മറിച്ച് തീരുമാനമെടുത്തു. ഇദ്ദേഹം മുസ്ലിമായി, ഇദ്ദേഹം ദീനുമായി ബന്ധപ്പെട്ടു. തൊട്ട 3ാമത്തെ വെള്ളിയാഴ്ച വരുന്നതിന് മുമ്പ് എൻ്റെ ഉപ്പ ഉസ്താദെ മരണപ്പെട്ടു പോയി. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ ദുആ ഇജാബത്തുള്ള ഉസ്താദുമാരാണ് നമ്മുടെ ഉസ്താദുമാർ. ഇന്നും നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങൾ അങ്ങനെയാണ്. സയ്യിദുൽ ഉലമാ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ തമാശയും വർത്താനം കാര്യം നോക്കണ്ട. അദ്ദേഹത്തിൻ്റെ ഒക്കെ ഉള്ളിൽ വലിയ ഗൗരവമുണ്ട്. അവരൊക്കെ മനസ്സറിഞ്ഞൊരു വാക്ക് പറഞ്ഞ് നടക്കും. അങ്ങനെ ഈ പരിശുദ്ധമായ സംവിധാനവും പരിശുദ്ധമായ ആശയവും ആദർശവും ഇവിടെ നിലനിർത്തുന്നതിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ അതെന്ത് വില കൊടുത്തും ആ സംഘത്തെ സംരക്ഷിക്കാൻ, അതിനെ ദുർബലപ്പെടുത്താൻ അനുവദിക്കാതെ, അതിന് ബലക്ഷയമുണ്ടാക്കാൻ അനുവദിക്കാതെ, അടുത്ത തലമുറ നമ്മളൊക്കെ സുന്നി യഥാർത്ഥ സുന്നികളായി ഇനി വരുന്ന മക്കളെ വഴിതെറ്റിക്കാതിരിക്കണം. സമസ്ത ശക്തമായിരിക്കണം. സമസ്തയോട് എതിർപ്പ് കാണിക്കുന്ന,
സമസ്തയുടെ ആലിമീങ്ങളെ അപമാനിക്കുന്ന, സമസ്തയുടെ ആലിമീങ്ങളെ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ പോലും പരസ്യമായി ചില പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ അഡ്രസ്സിൽ പരസ്യമായി കുറ്റപ്പെടുത്തുകയും അധിക്ഷേപിക്കുകയും തെറി പറയുകയും ചെയ്യുന്ന ഈ സംസ്കാരം വളർത്തുന്ന മക്കൾ വളർന്നു വന്നാൽ സമസ്ത ദുർബലമാകും. പക്ഷെ സമസ്തയെ അള്ളാഹുവിന്റെ ഔലിയാക്കൾ കാത്തു രക്ഷിക്കും. അതിന്റെ സ്ഥാപക നേതാക്കന്മാർ കാത്തു സൂക്ഷിക്കും. കാത്തു സൂക്ഷിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തേണ്ട കടമയും ബാധ്യതയും നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ തെറ്റുകൾ കണ്ടാൽ തിരുത്തണം. നമുക്ക് നല്ല സ്ഥാപനങ്ങൾ വേണം. നല്ല വിദ്യാർത്ഥികൾ പഠിച്ച് ഇസ്ലാം പഠിച്ച് നന്നായി വളരണം. നാട്ടിലും മറുനാട്ടിലും അവർ പ്രവർത്തിക്കണം. സുന്നത്ത് ജമാഅത്തിനെ ശക്തിപ്പെടുത്തണം. ആ നിലയിലുള്ള നല്ല വളർന്നു വരുന്ന പുതിയ യുവ പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന സ്ഥാപനങ്ങളും കുട്ടികളാണ് നമുക്ക് ആവശ്യം. അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തൽ നമ്മുടെ ബാധ്യതയാണ്. ആ ബാധ്യത സംഘടന തലത്തിലുള്ള ആളുകൾക്ക് ഞങ്ങൾ നിർവഹിക്കുന്നുണ്ട്. നിങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത ഒപ്പത്തിനൊപ്പമുള്ള പ്രവർത്തകന്മാരാണ്. മഹല്ല് ജമാഅത്തിന്റെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികളാണ്. തെറ്റുകൾ കണ്ടാൽ തിരുത്തി സമസ്തയോടൊപ്പം നിൽക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീഖ് ചെയ്യണം. ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു കാരണവശാലും തടസ്സങ്ങൾ നമുക്ക് പ്രയാസം സൃഷ്ടിക്കാൻ പാടില്ല. ഇപ്പൊ 100ാം വാർഷികം ആഘോഷിക്കാൻ പോയ സമസ്ത ഒരുപാട് ആളുകൾ വിഘടന പ്രവർത്തനങ്ങളുമായിട്ടും എതിർപ്പുമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം തീർത്തും ഉറപ്പിച്ചും പറയാൻ സാധിക്കും, ഇത് സമസ്തയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി മുല്ലക്കോയ തങ്ങൾ എന്ന് പറഞ്ഞ സാധാരണ മനുഷ്യനല്ല. അദ്ദേഹത്തിന് 5 തലമുറ മുമ്പത്തെ സയ്യിദ് ഹാമിദ് ബാലവി എന്ന് പറഞ്ഞ പൂർവിക പിതാമഹൻ യമനിലെ ഹദ്റമൗത്തിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അരനൂറ്റാണ്ട് കാലം സമസ്തക്ക് അജയ്യമായ നായകത്വം നൽകിയ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം സാധാരണ പണ്ഡിതനായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പൂർവ്വഗാമി ഇതുപോലെ കടന്നു വന്ന് യമനിലെ ഹദ്റമൗത്തിൽ നിന്നാണ്. അവർക്ക് ഒരുമിച്ച് വരക്കൽ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അവരുടെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട ഈ സംവിധാനം തകർക്കാനും ദുർബലപ്പെടുത്താനും ആര് ശ്രമിച്ചാലും ആ ശ്രമം വിജയിക്കാൻ പോകുന്നില്ല. അള്ളാഹുവിന്റെ മഹാത്മാക്കളെ ഔലിയാക്കളെ നേരിടുക തന്നെ ചെയ്യും. താൽക്കാലികമായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും മുഖവിലക്കെടുക്കേണ്ടതില്ല. അതൊക്കെ നമ്മൾ ചില റിസ്കുകൾ ഏറ്റെടുക്കേണ്ടി വരും. കലങ്ങി തെളിഞ്ഞ് സുന്നത്ത് ജമാഅത്ത് ശക്തിപ്പെടുത്താനും സമസ്തക്കാരുടെ റൂട്ടിലൂടെ നേരെ സഞ്ചരിക്കാനുള്ള വഴിയൊരുക്കിക്കൊണ്ടിരിക്കുകയാണ് മഹാത്മാക്കൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളും പരിഹരിച്ച് നേർമാർഗത്തിൽ പൂർവ്വകാലത്തെന്ന പോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ കീഴിൽ ശക്തമായി അണിനിരന്നുകൊണ്ട് സമസ്തയുടെ സ്ഥാപനങ്ങളായി സമസ്തയുടെ ആലിമീങ്ങളെ ബഹുമാനിക്കുന്ന സമസ്തയുടെ ആദർശത്തെ മാനിക്കുന്ന നല്ല പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന നല്ല സ്ഥാപനങ്ങൾക്ക് മാറി നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകാനും ആ അർത്ഥത്തിൽ എല്ലാവരോടും അവരോടൊക്കെ നാം സഹകരിച്ച് ഒരുമിച്ച് ഒറ്റക്കെട്ടായി നമുക്ക് മുന്നോട്ട് പോകാനും ദയാനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വലിയ സംവിധാനം ഒരുക്കിയ എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ, ജ്യേഷ്ഠാൻകന്മാർ, മഹല്ല് ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ, അതിന് സർവാത്മന സംഭാവന ഞാൻ ചോദിച്ചു. ആരും സംഭാവന ചോദിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഇന്നലെ രാത്രി വരെ ഈ പരിപാടി സജ്ജീകരണവും ക്രമീകരണങ്ങളും എങ്ങനെ വേണമെന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു. അതുകൊണ്ട് പരിപാടി കഴിഞ്ഞിട്ടായിരുന്നാലും നമ്മുടെ ഈ മക്കളെ നിങ്ങൾ സഹായിക്കണം, സഹകരിക്കണം. അവർക്ക് ദീൻ ശക്തിപ്പെടുത്താനുള്ള കരുത്ത് പകരണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു 2 വീട്ടിലും വിജയിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ കുടുംബത്തെയും നമ്മുടെ പ്രവർത്തനവും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മഹല്ല് ജമാഅത്തിന് അള്ളാഹു കരുത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൻ്റെ നേതാക്കന്മാർക്ക് അള്ളാഹു മനസ്സുറപ്പും സുന്നത്ത് ജമാഅത്തുള്ള ഈ പ്രതിബദ്ധതയും ഈ കരുത്തും സമസ്തയുള്ള യാതനവും എക്കാലവും അവർക്കും അവരുടെ പിൻഗാമികൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പ്രാർത്ഥിച്ചുകൊണ്ട്